ഹായ് ഡിയർ. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഒരു തന്ത്രമാണ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ എടുക്കേണ്ടത് എന്നാണ് ആ, ഒരു ചോദ്യമാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. അവിടെ ടു ഓഫ് സോട്ട്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇമോഷണൽ ക്ലാരിറ്റി ഇല്ല, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. രണ്ടോ അതിൽ കൂടുതൽ ഓപ്ഷൻസും ഉണ്ടോ, അതിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ സ്റ്റക്കാണ്. അവിടെ ആദ്യം ഒരു ഇമോഷണൽ ക്ലാരിറ്റി നിങ്ങൾ നേടുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഹീൽ ചെയ്ത് കൊണ്ടുവരിക. അതിനായി നിങ്ങൾ കുറച്ച് സമയം നേച്ചറിൽ സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് മനസ്സിനെ കാം ചെയ്ത്, അതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ സ്വസ്ഥമായിട്ടൊരിടത്ത് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, മ്യൂസിക്കോ അങ്ങനെ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുകയോ മ്യൂസിക് കേൾക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ആദ്യം ഒന്ന് കാം ഡൗൺ ചെയ്യുക. അതിനുശേഷം, അതായത് ഒരു ദിവസമല്ല, നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടും. ഇന്നത്തെ ദിവസവും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങളിതിലൊരു കൃത്യമായ തീരുമാനം എടുക്കുക. അത് നിങ്ങളെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഒരു ക്ലാരിറ്റി കുറവാണ്. ആ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നമ്മൾ എത്ര കാലം നിൽക്കുന്നുവോ അത്രയും കാലം സ്റ്റക്കായിരിക്കും. അപ്പോൾ അവിടെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം. അതിന് വേറെ ഒരു കുറുക്ക് വഴിയും ഇല്ല. ഓക്കെ ഡിയർ, ഇതിന് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു ഉപായം മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഒരു തീരുമാനം എടുക്കാതെ നമുക്കിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തന്നെ നിൽക്കും, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ ഡേ ബൈ ഡേ ഇങ്ങനെ കൂടുതൽ അവശതയിലേക്ക് പോകും. കൂടുതൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തവണ്ണം അതിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനം എടുത്തേ മതിയാവും. ഓക്കെ ഡിയർ, അപ്പോൾ ഡിവൈൻ ഗൈഡൻസ് സ്വീകരിച്ച് മുന്നോട്ട് പോകൂ. പ്രേയേഴ്സൊക്കെ ചെയ്യൂ, നന്നായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഓക്കെ ഡിയർ, താങ്ക്സ്.